ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പം അവൻ്റെ മാനസികാവസ്ഥ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. എനിക്ക് ആകെ ലൈഫുള്ളത് എൻ്റെ ഈ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്നത്. 30 ദിവസമുണ്ടെങ്കിൽ 18 മണിക്കൂറെങ്കിലും കുട്ടികൾ കളിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം. നമസ്കാരം. 12 വയസ്സുള്ളൊരു ആൺകുട്ടിയുടെ ചോദ്യമാണ്, എനിക്കും ലൈഫ് വേണ്ടേ? ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പം അവൻ്റെ മാനസികാവസ്ഥ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. കാര്യത്തിലേക്ക് വരാം. അച്ഛൻ്റെയും അമ്മയുടെയും പരാതി, എല്ലാ ദിവസവും 9 മണി തൊട്ട് 10 മണി വരെ ഈ കുട്ടിക്ക് മൊബൈലിൽ കൂട്ടുകാരുമായി ചാറ്റ് ചെയ്യണം. വോയിസ് അയക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. റീൽസ് അല്ലെങ്കിൽ ഗെയിം അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഈ ഒരു ചാറ്റിങ്ങിന് മൊബൈൽ കൊടുക്കാതിരുന്നാൽ ഇവൻ വലിയ ബഹളമുണ്ടാക്കും. അടുത്ത ദിവസം സ്കൂളിൽ പോകാൻ മടി കാണിക്കും. അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, സ്കൂളിൽ വെച്ച് കൂട്ടുകാരെ എപ്പോഴും കാണുന്നതല്ലേ, പിന്നെന്താണ് വീട്ടിൽ വന്നിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ചാറ്റ് ചെയ്യണമെന്ന്? പെട്ടെന്ന് അവൻ്റെ ഭാവം ഒന്ന് മാറി. ചെറിയൊരു ദേഷ്യത്തിലാണ് മറുപടി പറഞ്ഞത്. ഞാൻ രാവിലെ 7 മണിയാകുമ്പോൾ ട്യൂഷന് പോകും. തിരിച്ചു വരുന്നത് ഒരു 8:30 മണി കഴിയും. സ്കൂൾ ബസ്സിൽ ഞാൻ സ്കൂളിലെത്തും. 9:15 ക്ലാസ് ആരംഭിക്കും. ഇൻ്റർവെല്ലിന് 5 മിനിറ്റ്. 3ാമത്തെ നിലയിൽ നിന്നും താഴെ ചെന്ന് ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ടീച്ചർ ക്ലാസ്സിൽ വരും. 30 മിനിറ്റാണ് ലഞ്ച് ബ്രേക്ക്. കൈ കഴുകി ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കും വീണ്ടും ക്ലാസ് ആരംഭിക്കും. ഇനി PT പീരീഡ് ഉണ്ടെങ്കിലോ, പഠിപ്പിച്ചു തീരാനുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിന് ടീച്ചർ വീണ്ടും വരും. വൈകുന്നേരം വന്നാൽ 4:30 മണി തൊട്ട് വീണ്ടും എനിക്ക് ട്യൂഷനുണ്ട്. 7 മണിക്ക് തിരിച്ചു വരുന്ന ഞാൻ പിന്നീട് ഒരു മണിക്കൂറോളം എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ടാവും. പിന്നെ എനിക്ക് ആകെ ലൈഫുള്ളത് എൻ്റെ ഈ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്നത്. എനിക്ക് സ്കൂളിൽ വെച്ചൊന്നും അവരുമായിട്ട് സംസാരിക്കാനും ഇടകലർന്നു പോകാനുള്ള അവസരങ്ങൾ തീരെ കുറവാണ്. 2021 ഒരു ഓസ്ട്രേലിയൻ സ്റ്റഡി പുറത്തു വന്നിട്ടുണ്ട്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പുറത്ത് കളിക്കുന്ന കുട്ടികൾക്ക് മാനസിക ഉന്മേഷം കൂടുന്നു എന്നാണ്. അവർ പഠനത്തിൽ മികവ് കാണിക്കും. മാത്രമല്ല, സ്വഭാവപരമായ പ്രശ്നങ്ങൾ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, OCD പോലുള്ള രോഗങ്ങളെപ്പോലും ഇത് പ്രതിരോധിക്കുമെന്നാണ് ആ റിസർച്ച് പറയുന്നത്. 30 ദിവസമുണ്ടെങ്കിൽ 18 മണിക്കൂറെങ്കിലും കുട്ടികൾ കളിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം. ഇതാ സ്റ്റഡി എടുത്തു പറയുന്നുണ്ട്. റിച്ചാർഡ് സച്ച്മാൻ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറയുന്നുണ്ട്, പ്രകൃതിയില്ലാ രോഗം കുട്ടികളിൽ സ്വഭാവ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന്. ഇപ്പം തീർച്ചയായും കളിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. ആരോഗ്യപരമായി തർക്കിക്കാൻ, ജീവിതത്തിലെ ജയപരാജയങ്ങളെ നേരിടാൻ കളിയിൽ തോൽക്കുകയും ജയിക്കുകയും ചെയ്യുന്നുണ്ട്. വൈകാരികപരമായ ഒരു സന്തുലനാവസ്ഥ കിട്ടുന്നുണ്ട്. നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് കളിക്കാൻ പഠിക്കുന്നുണ്ട്. കളിയിൽ തർക്കിച്ച കൂട്ടുകാരനുമായി പിന്നീട് സൗഹൃദത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ആരോഗ്യപരമായ ഒട്ടനവധി ഗുണങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കളിയിലൂടെ ലഭിക്കുന്നുണ്ട്. അവരുടെ ഉത്കണ്ഠ പോലും കളിയിലൂടെ മാറിപ്പോകുന്നുണ്ട്. എന്നാൽ നമ്മളുടെ കുട്ടികൾക്ക് ഇത്രയും കളിച്ച് മനസ്സിന് ഉന്മേഷമുണ്ടാക്കി ഉന്മേഷത്തോടെ വളർന്നു വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ രക്ഷിതാക്കൾക്ക് തന്നെയാണ്. കാരണം കുട്ടികളുടെ ബാല്യം അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അത് സൃഷ്ടിച്ചു കൊടുക്കുന്നത് നമ്മളാണ്. പഠിച്ച് മാർക്ക് വാങ്ങിക്കൊള്ളട്ടെ. അതോടൊപ്പം ആരോഗ്യമുള്ളൊരു മനസ്സും സന്തോഷമുള്ളൊരു മനസ്സുമായിട്ട് നമ്മുടെ കുട്ടികൾ വളർന്നു വരട്ടെ.